അവൻ വരുന്നത് വരെ ഈ നാടകവും തുടങ്ങില്ല. ശൈലു, നീ ഇങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവും? നാടകം കളിച്ചില്ലെങ്കിൽ വന്നിരിക്കുന്ന ആളുകളൊക്കെ നമ്മളെ കൊല്ലില്ലേ? അതൊന്നും എനിക്ക് അറിയണ്ട അമ്മായി. അവൻ വരണമെന്ന് പറഞ്ഞ വന്നേ പറ്റൂ. ഓ, ഇവളൊരു തീരുമാനമെടുത്താ പിന്നെ ആദ്യം തൊട്ട് മാറത്തുമില്ല. എടാ പ്രകാശ, ചെന്ന് അവൻ ആരാന്ന് വെച്ചാ വിളിച്ചോണ്ട് വാടാ. എടാ മൈക്ക് മഞ്ജു, ഇനി 5 മിനിറ്റിനുള്ളിൽ നാടകം തുടങ്ങുമെന്ന് പെട്ടെന്ന് അനൗൺസ് ചെയ്യ്. അതെ, ഞാൻ പോയാലേ ചേച്ചിയുടെ സെക്യൂരിറ്റിക്ക് ആരാ ഉള്ളേ? എടാ, ആദ്യം നിന്റെ സെക്യൂരിറ്റിക്ക് 2 ആളെ കൂട്ടിയിട്ട് നീ അവനെ പോയി വിളിച്ചോണ്ട് വാ. ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം. പോടാ, പോയി വിളിച്ചോണ്ട് വാടാ. നാണം കെടുത്താനായിട്ട്. പോവാ. ശാന്തരാവു, മൈക്ക് 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 മൈക്ക്. കൊച്ചനെ, നിനക്കെന്നാടാ ഇവിടെ കാര്യം? ശൈലുവിനെ വിളിക്കടാ. സമാധാനിക്ക്, സമാധാനിക്ക്. പ്രിയപ്പെട്ട നാട്ടുകാരെ, എന്റെ ബന്ധുക്കളെ, മഹനീയ വ്യക്തികളെ, നമ്മുടെ നാടക കലാസംഘടനയുടെ ആത്മീയ മിത്രങ്ങളെ, ശാന്തരാക, സമാധാനായിട്ടിരിക്കെ. നിങ്ങളെല്ലാവരും ആകാംക്ഷാഭരിതരായി കാത്തിരിക്കുന്ന നമ്മുടെ സ്വന്തം ശൈലുവിന്റെ നാടകം സ്വപ്ന സുന്ദരി ഇനി വെറും 10 നിമിഷത്തിനുള്ളിൽ ഇതാ തുടങ്ങുന്നതായിരിക്കും. സമാധാനായിട്ടിരിക്കെ. നിങ്ങൾ വെറും 10 നിമിഷത്തേക്കേ കാത്തിരിക്കേണ്ടതുള്ളൂ. സമാധാനത്തോടെ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അയ്യോ, ഇപ്പൊ തുടങ്ങാം. എന്റെ അമ്മേ, താനിത് എവിടെ പോയി കിടക്കുവാണ്? ഈ പാതിരാത്രിക്ക് അയാൾ എവിടെ പോയി കണ്ടുപിടിക്കാനാ? വല്ല മശയിട്ട് നോക്കേണ്ടി വരുമെന്നാ തോന്നുന്നേ. ഈ മരഭൂതം എവിടെ പോയി കിടക്കുവാണോ? അയ്യോ, ഇവിടെയുണ്ടോ? ജീവനുണ്ടോ അതോ മരിച്ചോ? ഇവനെങ്ങാനും മരിച്ച എന്റെ നാടകത്തിന്റെ അവസ്ഥ. അവിടെയാണെങ്കി അവള്, ഇവിടെയാണെങ്കി ഇവൻ. രണ്ടിന്റെ ഇടയിൽ കിടന്ന് ഞാനൊരു പരുവോ. ഓ, മനുഷ്യന് പണി തന്നിട്ട് സുഖമായിട്ട് അവൻ കിടന്ന് ഉറങ്ങുന്ന. ചേട്ടാ, ചേട്ടാ, വാ, നമുക്ക് നാടകം കാണണ്ടേ? എന്തിനാണ് മനുഷ്യൻ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്? ഒരു സ്ഥലത്ത് സമാധാനായിട്ടിരിക്കാൻ സമ്മതിക്കില്ലല്ലോ. അങ്ങനെ പറയല്ലേ. ചേട്ടൻ വന്നില്ലെങ്കി നാട്ടുകാര് ഞങ്ങളുടെ ദേഹത്തെ ഒരു പൊങ്കാലിടും. ചേട്ടാ, ചേട്ടാ, ഒന്ന് വായേട്ടാ. ചേട്ടൻ വരാണ്ട് തട്ടേ കയറില്ലെന്ന് പറഞ്ഞ ഒരുത്തി അവിടെ വാശി പിടിച്ചിരിക്കുക. അവളുടെ വാശിക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ചേട്ടാ, നമുക്ക് നാടകത്തിന് പോവാം. ചേട്ടാ, ഒന്ന് വായേട്ടാ. എടാ, നീയൊക്കെ ഏതവനാടാ? ഞാൻ നാടകത്തിന് വന്നാൽ എന്താ, വന്നില്ലെങ്കിൽ എന്താ? അങ്ങനെയല്ല ചേട്ടാ, ചേച്ചി നാടകത്തിന് ക്ഷണിച്ചതല്ലേ. നിങ്ങൾ വന്നില്ലെങ്കിൽ അവള് സ്റ്റേജിൽ കയറില്ല. ചേച്ചി എങ്ങനെ സ്റ്റേജിൽ കയറിയില്ലെങ്കിൽ ഞങ്ങളുടെ വൈദ്യപ്പഴപ്പ് മുട്ടില്ലേ? ഒന്ന് മനസ്സിലാക്ക് ചേട്ടാ. ചേട്ടാ, എന്റെ വക ഒരു ടിക്കറ്റ് ഫ്രീ. ഇനിയെങ്കിലും വാ ചേട്ടാ. ചേട്ടാ, ഞാൻ കാല് പിടിക്കാൻ ചേട്ടാ, ഒന്ന് വാ ചേട്ടാ. എടാ, നീ ഒരു കലാകാരനല്ലേ? ഒരു കലാകാരൻ മറ്റൊരാളുടെ കാലിൽ പിടിക്കാൻ പാടില്ല. എന്നാ കാല് പിടിക്കാനല്ല ചേട്ടാ, ഒന്ന് വാ ചേട്ടാ. ചേട്ടനൊന്ന് വന്ന് ഇരുന്നാ മാത്രം മതി. ഒന്ന് വാ ചേട്ടാ. ഞാൻ കാരണം വേറൊരാൾ വിഷമിക്കാൻ പാടില്ല. ഞാൻ കാരണം എന്തെങ്കിലും ഹെൽപ്പ് ആവുന്നുണ്ടെങ്കിൽ ഞാൻ വരാം. നടക്ക്. വാ ചേട്ടാ, വേഗം പോ. സംഗതി ഏറ്റുന്നാ തോന്നുന്നേ. പോകാം നമുക്ക്. ശൈലു, ഇനി എനിക്ക് കാത്തിരിക്കാൻ വയ്യ. വേഗം വാ. അതെ ശൈലു, നീ എവിടെ പോയിരിക്കുവാ? ഒന്ന് പെട്ടെന്ന് ഇറങ്ങി വാ. മോളെ ശൈലു, ആളുകളെല്ലാം വന്നിരിക്കുന്നത് നിന്നെ കാണാൻ വേണ്ടിയാ. നീ ഇപ്പൊ വരാതിരുന്ന ഈ വന്നിരിക്കുന്ന ആളുകളൊക്കെ
3 തവണ നദിയിൽ മുക്കിയിട്ട് 2 തവണ മാത്രമേ എടുക്കുള്ളൂ, മനസ്സിലായോ? അവൻ ഇങ്ങോട്ട് വരാതെ കർട്ടൻ ഉയരില്ല, ഞാനും വരില്ല. മര്യാദയ്ക്ക് നാടകം തുടങ്ങും, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കും. നാടകം തുറക്കുന്നുണ്ടോ? ഷൈലു എവിടെ? ശാന്തരാകൂ, ശാന്തരാകൂ. അയ്യോ, ശാന്തരാകൂ. ശാന്തരാകൂ, ശാന്തരായിട്ടിരിക്കെ. ഇരിക്കവിടെ, ഇരിക്കെ. കാണികളെല്ലാം ശാന്തരായിട്ടിരിക്കെ. ഇരിക്കെ. ചേട്ടാ, ചേട്ടാ ഒന്ന് ശാന്തരായിട്ടിരിക്കുക ചേട്ടാ. ചേട്ടാ പ്ലീസ്. ശാന്തരാഗ്, ശാന്തരാഗ്, സമാധാനായിട്ടിരിക്കൂ, ഒന്ന് ശ്രദ്ധിക്കൂ. വന്നു കഴിഞ്ഞു. നിങ്ങളുടെ എല്ലാം കൺമണിയായ ഷൈലു ഇതാ എത്തിക്കഴിഞ്ഞു. വന്നു. കട്ടമ്പൊക്കെ കേട്ടാ. എല്ലാരും ഇരിക്കിരിക്കിരിക്ക്, ഇപ്പൊ തുടങ്ങും. എല്ലാരും സമാധാനായിട്ടിരിക്കെ. സമയമാണെങ്കിൽ ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. പ്രകാശ, എന്തായടാ? ചേച്ചി, ആ വന്നു ചേച്ചി. ഏയ് ഉണക്ക മണികളെ, ചേച്ചി ഇപ്പോഴെങ്കിലും മനസ്സിലായോ ഈ ഷൈലു ആരാണെന്ന്? സ്റ്റാറുകൾക്ക് തന്നെ സ്റ്റാർ, സൂപ്പർ സ്റ്റാർ. മനസ്സിലായി മോളെ, മനസ്സിലായി. നീ തന്നെയാണ് സൂപ്പർ സ്റ്റാർ. ഇപ്പൊ നമുക്ക് നാടകം തുടങ്ങാം. ഇല്ലെങ്കിലുണ്ടല്ലോ, നാടകം കാണാമെന്ന ആൾക്കാരെ നാടകം തുടങ്ങുന്നതിന് മുമ്പ് അന്ത്യസംസ്കാരം നടത്തും. അമ്മാവാ, ഈ സ്റ്റാർ റെഡി ആവാൻ പോവാ. ചെന്ന് അനൗൺസ് ചെയ്തോളൂ. ശരി മോളെ, ദേ ഇപ്പൊ തന്നെ അനൗൺസ് ചെയ്തേക്കാം. എടാ മൈക്ക് മഞ്ജു, അനൗൺസ് ചെയ്യടാ. ഇതാ നമ്മുടെ നാടകം തുടങ്ങുന്നതിന് മുമ്പ് ഒരു രംഗഗീതം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ഇത് പണ്ടെങ്ങോ നടന്നൊരു കഥയല്ല. പിന്നെയോ? ഇത് പഴയകാല കഥയുമായി യാതൊരു സാമ്യവുമില്ല. പിന്നെയോ? ഇത് ഇപ്പോൾ നടക്കുന്ന കഥ, നമ്മുടെ കഥ, നമ്മുടെ എല്ലാവരുടെയും കഥ. അവളുണ്ടല്ലോ, സമ്പത്തിനോട് ആർത്തി കാണിക്കുന്ന സുന്ദരിയല്ല. അല്ലാതെ പിന്നെ പ്രപഞ്ചത്തോട് പോലും ചോദ്യങ്ങൾ ചോദിക്കുന്ന സുരസുന്ദരി, നമ്മുടെ സ്വപ്ന സുന്ദരി. നിന്റെ മുഖം കണ്ട് ഞങ്ങൾ മടുത്തടാ, ഒന്ന് ഇറങ്ങിപ്പോ. ആയിക്കോട്ടെ, ഇരിക്കെ. എങ്കൾ കുലദൈവമാണവളെ. கருப்பான கண்ணழகி, கலையான பெண்ணழகி, கடல் வீசும் காத்தழகி, இமையாலும் செண்பகமே, அரைவட்ட பொட்டழகி, அலங்கார பொட்டழகி, அணையான பேரழகி, உலகாலும் செண்பகமே, கணவன் அவன் உயிரை காக்க அழடா உன் உயிரை தந்தாய், துணிவாய் நீ துணிவாய் நின்றாய போராடி, நீ இருந்தாலும் இருக்கின்றாய் மண்ணோடு விண்ணோடு நெஞ்சோடு அன்போடு. ഈ സ്വപ്നസുന്ദരി പുലിയൂർ ഗ്രാമത്തിലെ കോടീശ്വരന്റെ ഏക മാനസപുത്രിയാണ്.
ഇവളുടെ സൗന്ദര്യം കണ്ടിട്ട് ഇവളെ സ്വന്തമാക്കുവാൻ വേണ്ടി എത്രയെത്ര കോടീശ്വരന്മാരാണെന്നറിയുവോ ഇവളുടെ പുറകെ നടക്കുന്നത്? 100 പേർ, 1000 പേർ, 10,000-ങ്ങൾ, അങ്ങനെ അങ്ങനെ എത്ര ആൾക്കാരാണെന്നറിയുവോ ഇവൾക്ക് പുറകെ? അങ്ങനെ ഒരു കഥയാണിത്. അല്ലല്ലല്ല, നിങ്ങൾ കാണാനിരിക്കുന്നത്. ശാലുവിനെ അങ്ങനെ ആർക്കും കേട്ടില്ല. ഞാനാ ഹീറോ. ഞാനാണ് ഓട്ടോ രാജ. ഇവനാണ് എന്റെ മനസ്സിന്റെ ഉടമ. എന്നെ പ്രണയിച്ച് കല്യാണം കഴിക്കാൻ പോകുന്നത് ഇവനാണ്. അയ്യോ, കൈക്കൊരാൾ കാലിനൊരാളെന്ന് പറഞ്ഞ് വീടിന്റെ 4 ചുറ്റിനും ആളുകളുള്ള നിനക്ക് 3 ചക്രമുള്ള ഓട്ടോ ഓടിക്കുന്ന ഇവനെ കല്യാണം കഴിക്കാൻ പോന്നോ? ഓട്ടോക്കാരന്റെ കൂടെയുള്ള ലൈഫും ഷാർപ്പില്ലാത്ത നൈഫും ഒരുപോലെ ആടി. ഒരു വീലുള്ളടുത്ത് ഞങ്ങളിരുന്ന് 2 വീലുള്ളടുത്ത് നിങ്ങളിരുത്തി സുരക്ഷിതമായിട്ട് കൊണ്ടുപോകും. അതും നിങ്ങളെ പോലുള്ള ഗർഭിണികളെയും ഇനി മുൻപോട്ട് ഗർഭിണിയാകാൻ പോകുന്നവരെയും ഡോക്ടറുടെ അടുത്തേക്ക് ഞങ്ങൾ കൊണ്ടുപോകുമല്ലോ. എവിടെ, എപ്പോ, എങ്ങനെ എന്ന് ചോദിച്ചറിഞ്ഞ് എത്തേണ്ടടുത്ത് എത്തിക്കുന്നത് ഞങ്ങളായിരിക്കും. റിക്ഷ ഓടിച്ചാലും നിങ്ങളുടെ റാണിയെ റിച്ച് ആയിട്ട് നോക്കോടി. അതെ, നിലത്ത് കിടക്കുന്ന ഞാനൂലൊന്ന് വളർന്നെന്ന് വെച്ച് പാമ്പിന്റെ വീട്ടിൽ സംബന്ധാലോചിക്കാൻ വരാറില്ല. അതുപോലെയാണല്ലോ നിന്റെ കാര്യം. ഇത് നോക്ക്, എന്റെ ചേച്ചി ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കണ്ടോ? അത് നിന്റെ ഓട്ടോനേക്കാളും വലിയ വിലയുള്ളതാ. ഞാൻ പ്രണയിക്കുന്നത് ഈ ത്രിലോകിനെയാണ്. ഞാൻ ജീവിക്കുന്നെങ്കിൽ ഇവന്റെ കൂടെ, മരിക്കുകയാണെങ്കിലും ഇവന്റെ കൂടെ. Trilok, I love you, Trilok. ഷൈലു, I love you, Trilok. ത്രിലോക്, നമ്മൾ ഇരുവരെയും ഒരു മരണത്തിന് പോലും അകറ്റാൻ സാധിക്കില്ല. നിന്റെ 3 ചക്രത്തിന്റെ ഓട്ടോയാണ് എന്റെ ബംഗ്ലാവ്, എന്റെ ലോകം. ത്രിലോക്, വാ, എന്റെ വീട്ടിൽ വന്ന് എന്നെ പെണ്ണ് ചോദിക്ക. അവർക്കിഷ്ടമായ സമ്മതത്തോടെ കല്യാണം കഴിക്കാം, ഇല്ലെങ്കിൽ സ്നേഹത്തോടെ കല്യാണം കഴിക്കാം. ഗുരുക്കളെ, എന്തൊക്കെയോ വിചിത്ര സംഭവങ്ങളാണ് നടക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ല. അങ്ങ് തന്നെ ഒന്ന് പറഞ്ഞതാ. എന്തുണ്ടായി നന്ദീശ? അതെ, ദിഗ്വിജയുടെ അനിയൻ ധനഞ്ജയ് വന്നിട്ടുണ്ട്. ധനഞ്ജയനോ? അതെ ഗുരുക്കളെ, അയാളുടെ ഭാര്യ, അവരുടെ കൂടെ ഒരു പെണ്ണും കൂടി വന്നു. ശിവാനി മരിച്ച സ്ഥലത്ത് വന്നും എന്തൊക്കെയോ അന്വേഷിക്കുക, അതും ഈ പാതിരാത്രി. എന്തൊക്കെയാ നീ പറയുന്നേ? ഞാൻ സത്യമാണ് പറയുന്നത്. അവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് അറിഞ്ഞാൽ എന്റെ മരുമകളുടെ മരണത്തിന് ഉത്തരവാദി ആരാന്ന് നമുക്ക് കണ്ടുപിടിക്കാം. നിന്റെ മരുമകളോ? അല്ല, പിന്നെ ഈ തൃശ്ശൂരിനെ ഞാൻ കുറച്ചുനാളും മകനെ പോലെ തന്നെയാണല്ലോ വളർത്തിയത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഗുരുക്കളെ, മുതലാളി വീട്ടിലില്ല. ഈ സമയത്ത് അദ്ദേഹത്തിന്റെ അനിയനും വന്നിട്ടുണ്ട്. ശിവാനി മരിച്ച സ്ഥലത്ത് എന്തോ അവരന്വേഷിക്കുന്നുണ്ട്. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അവിടെ എല്ലാം അന്വേഷിച്ചടക്കുക.
അയാളൊരു നല്ല മനുഷ്യനാണോ അതോ ചീത്ത മനുഷ്യനാണോ, അയാളുടെ ഉദ്ദേശം എന്താ ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഗുരുക്കളെ. അതുകൊണ്ടാ എന്റെ ദൃഷ്ടിയിൽ അവൻ ദൃശ്യമാകാത്തതെന്താണ്? ആരാണവൻ? അവന്റെ ഒപ്പമുള്ളത് ആരെല്ലാം? ഈ രാത്രിയിൽ അവർ എന്താ അന്വേഷിക്കുന്നത്? ഒരുപക്ഷെ അവളുടെ വയറ്റിൽ നാഗമാണിക്യമുണ്ടെന്ന് അവർക്കറിയാമായിരിക്കുമോ? അവനോടൊപ്പം വന്നവർ എന്തെങ്കിലും അമാനുഷിക ശക്തിയുള്ളവരായിരിക്കുമോ? ഇനി അവർ വന്നതും നാഗമാണിക്യത്തിനാണോ? ശരി, നാളെ ഞാൻ അവരെ വന്ന് കാണുന്നുണ്ട്. അത് പിന്നെ നാളെ അവര് വരുമ്പോ അവർക്കൊരു സംശയം തോന്നാൻ പാടില്ല. അവർക്ക് എങ്ങാനും ഒരു സംശയം തോന്നിയാ പിന്നെ അത് വലിയ പ്രശ്നമായി മാറും. നന്ദീശ, എന്നെ സംരക്ഷിക്കാൻ എനിക്കറിയാം. നീ അബദ്ധം കാട്ടാതിരിക്കുക. പൊയ്ക്കോളൂ. ശരി ഗുരുക്കളെ. ദിഗ്വിജയന്റെ അനുജൻ ധനഞ്ജയൻ, അവന്റെ ഒപ്പമുള്ള 2 പെണ്ണുങ്ങൾ, രാത്രിയിലെ ഈ അന്വേഷണം എന്തായിരിക്കും ഇതിന്റെ അർത്ഥം? കാളി, അല്ല, സ്വത്ത് കണ്ട് ഞാൻ നിങ്ങളുടെ മകളെ ഇഷ്ടപ്പെട്ടതല്ല. അല്ല അല്ല നിന്റെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലായി നിനക്ക് എന്താ വേണ്ടതെന്ന്. ഈ ചെക്ക് ബുക്ക് എടുത്തോളൂ. എന്തും എഴുതാമോ എനിക്ക്? എന്ത് വേണമെങ്കിലും എഴുതിക്കോളൂ, എത്ര വേണമെങ്കിലും എഴുതിക്കോളൂ. പിന്നീട് തരില്ല എന്ന് പറഞ്ഞാൽ? ഞാന് ഒറ്റ തന്തയ്ക്ക് ജനിച്ചവനാ. പെന്നുതാ. ചെക്ക് ബുക്ക് തന്ന ഞാൻ പേന തരാതിരിക്കുമോ? ഇന്ന പിടിച്ചോ. ശൈലു, ഇനി നിന്റെ ഡയലോഗാ, നീ പറ. എന്റെ ഡയലോഗാണ്. മൈ ഡിയർ ഫാദർ, ത്രിലോക ചെക്ക് ബുക്ക് വാങ്ങിയ ഉടനെ അവൻ എന്നെ ഉപേക്ഷിച്ച് എന്നെ മറന്നു കളയുമെന്ന് കരുതിയോ നിങ്ങള്? ഇല്ല, അങ്ങനെ സംഭവിക്കില്ല. ത്രിലോക ഇപ്പോൾ തന്നെ ആ ചെക്ക് ബുക്ക് കീറിക്കളയും. അപ്പോൾ നിങ്ങൾക്ക് ശരിയായ പ്രണയം എന്താണെന്ന് മനസ്സിലാകുന്നതാണ്. കമോൺ ത്രിലോക്, അത് കീറിക്കളയും. നോക്ക്, നിനക്ക് എത്ര തുക വേണമെങ്കിലും അതിൽ എഴുതിയെടുക്കാം. എന്നിട്ട് എന്റെ മോളെ നീ വെറുതെ വിട്ടേക്ക്. നിനക്ക് എന്നേക്കാൾ പ്രധാനം ഈ പണമാണോ? മകളെ, പണമെന്ന് കേട്ടാൽ മരണവും വായ തുറക്കും. ഞാൻ ചെക്കിൽ എഴുതിയിരിക്കുന്നത് എനിക്ക് തരൂ. നിന്റെ സ്നേഹം സത്യമാണെന്ന് കരുതി ഞാൻ ചതിക്കപ്പെട്ടു. എടാ, എന്താണ് നീ എഴുതിയിരിക്കുന്നത്? എനിക്ക് വേണ്ടതാണ് ഞാൻ എഴുതിയത്. എന്റെ സ്വപ്ന സുന്ദരിയെ നിങ്ങൾ എനിക്ക് തരൂ. സബാഷ്, സബാഷ്. നിനക്ക് ഞാൻ ചെക്ക് ബുക്ക് തന്നത് നിന്നെ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്, അല്ലാതെ ചതുരംഗ കളിയിലെ ചെക്കല്ല. രാഗിണി, എന്റെ മനസ്സിലെ രാജകുമാരി, നമ്മുടെ മകൾക്ക് യോഗ്യനായ വരൻ ഇവൻ തന്നെയാണ്. നമ്മുടെ മരുമകന് ഒരു സ്പെഷ്യൽ കോഫി ഇട്ടുകൊണ്ടുവരൂ. ശരി. മരുമകനെ, ഒരു കോഫി കുടിച്ചാട്ടെ. എന്ത് തന്നെ കിട്ടിയാലും പരസ്പരം ഷെയർ ചെയ്യണമെന്നാ ഞങ്ങളുടെ തീരുമാനം. ഇതാ സ്വപ്ന. ഇവൻ എന്താണ് പറ്റിയത്? എന്ത് പറ്റിയെന്നോ? കോഫിയിൽ വിഷം ചേർത്തിരിക്കുന്നു. ഇവനെ നരകത്തിലേക്ക് വിടാനുള്ള വിസ. അയ്യോ അയ്യോ, ത്രിലോക്, ഇല്ല ത്രിലോക്, ഒരു മരണത്തിന് നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. രക്ഷിക്കും, രക്ഷിക്കും നിന്നെ ഞാൻ. ത്രിലോക്, നിനക്ക് ത്രിലോക്, മരണത്തിന് നമ്മെ ഒരുമിപ്പിക്കാൻ സാധിക്കും, അല്ലാതെ അകറ്റാൻ സാധിക്കില്ല.